നമ്മളെ പുതിയൊരു വീഡിയോ അങ്ങനെയല്ല, നമ്മൾ വേറൊരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ അല്ല, 2 വീഡിയോ ഒരേ സമയം നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ്. ട്രാവലിംഗിന്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്യാന്നുള്ള ഉദ്ദേശമാണ്, ഇതിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായേ? എടുത്തോണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ട്രാവലിംഗ് വീഡിയോ, ഒരു വ്ളോഗ് വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഇതിപ്പോ ആദ്യം പക്ഷെ ഈ വീഡിയോ ആയിരിക്കും പുറത്ത് വരാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് വരാൻ പോകുന്നത്, അല്ലേ? ആയിരിക്കും നല്ലതാണ്. ഓക്കെ, അപ്പൊ ഈ വ്ളോഗിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മീറ്റ് എക്സ്പീരിയൻസ് ആണ്, അല്ലേ? കോമഡി ആയിരിക്കും കേൾക്കാൻ. അങ്ങനെ വലിയ കോമഡി ഉണ്ട്, വലിയ കോമഡിയാണ്. എന്നെ കോമഡിയാണ്. ഞാൻ പറയാം. പറഞ്ഞു. നമ്മള് കണ്ടുമുട്ടിയത്, ഞങ്ങള് അറേഞ്ച് മാരേജ് ആണ്, ലവ് മാരേജ് ഒന്നും അല്ല, അറേഞ്ച് മാരേജ് ആണ്, പക്ക അറേഞ്ച് മാരേജ്. നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല. വീടൊക്കെ അടുത്തടുത്താണ്, ഞങ്ങളുടെ എല്ലാം അടുത്തടുത്തൊക്കെയാണ് വീടുകളൊക്കെ. ഒരു 1 കിലോമീറ്റർ വ്യത്യാസം വരുത്തേ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, അത്ര അടുത്തായിട്ടും കാണാത്തത്. ഓക്കെ, എന്നിട്ട് ഞങ്ങളൊരു ബ്രോക്കർ വഴിയൊക്കെയാണ് പരിചയപ്പെട്ടത്. ബ്രോക്കർ വഴിയാണ് ഞങ്ങളുടെ അലയൻസ് 2 വീടുകളിലും കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ വീട്ടിലും ആളാണ്, അച്ഛൻ്റെ വീട്ടിലും അയാൾ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ഒരു ദിവസം ഞാനിങ്ങനെ വെറുതെ ചിറ്റോട്ടി ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഫോട്ടോ കാണിച്ചു തന്നത്. ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞ കാണാൻ കൊള്ളാന്നൊക്കെ പറഞ്ഞേ. ഓക്കെ, ഞാൻ സംസാരിച്ചോണ്ട് ഫോണ് ഓഫായിപ്പോയി. എന്തോ പറഞ്ഞോണ്ടിരുന്നേ? അമ്മ വന്ന് ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ കാണാൻ കൊള്ളാം, എന്തോ ജോബ് എന്നൊക്കെ ചോദിച്ചു. അപ്പം അമ്മ എല്ലാം പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇതിങ്ങനെ അമ്മ വീട്ടുകാര് ഉടനെ ബ്രോക്കറിനെ ആളെ അറിയിച്ചു, ഇത് കണക്ക് അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം. അതിനു മുന്നേ അച്ഛക്ക് കുറേ പ്രപ്പോസൽസ് ഒക്കെ വന്നോണ്ടിരിപ്പുണ്ടായിരുന്നേ. അച്ഛൻ ഒന്നിനും എങ്ങനെ പിടി കൊടുക്കുന്നില്ലായിരുന്നു, അല്ലേ അച്ഛാ? അച്ഛക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നെ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ അല്ല മോനെ, ചുമ്മാ കൊറേ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. ഓരോരോ കാരണം പറഞ്ഞ് റിജക്ട് ചെയ്തോണ്ടിരുന്ന ആളാണ് ഞാൻ. ഇങ്ങനെ കുറച്ച് വർഷം കൊണ്ട് ഇങ്ങനെ സിംഗിൾ ലൈഫ് ആസ്വദിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ വേറെ ഒന്ന് നമ്മൾ ആലോചിക്കാൻ ആവശ്യമുണ്ടോ ഗൈസ്? എന്നിട്ട് എന്നെ എങ്ങനെ പറഞ്ഞത്? പിന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇച്ചിരി സ്കെൽറ്റ് ആയിരിക്കണം, കാണാനൊക്കെ കൊള്ളായിരിക്കണം, അങ്ങനെയൊക്കെ ചെറിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജോലിക്കൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള ഇതായിരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തു വന്നപ്പോ പിന്നെ ഓക്കെ പറഞ്ഞു. ഇല്ല, ആദ്യം കാണാൻ വന്നപ്പോ ഇതൊക്കെ അറിയായിരുന്ന? പിന്നെ ഇതൊക്കെ അറിഞ്ഞൂടെ? അല്ല, എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്ന് അതൊക്കെ എങ്ങനെ അറിയായിരുന്നു? പിന്നെ BAMS കഴിഞ്ഞ് ഒരു ആയുർവേദ ഡോക്ടറാണ്, എന്നെ ജോലിക്ക് അടുക്കള പണിയും ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ചിന്തിക്കാനുള്ള മൂളയൊക്കെ എന്റെ തലയ്ക്കുണ്ട്. ഓക്കെ, ശരി. അങ്ങനെ ചിന്തിച്ചെടുത്താണ് എൻ്റെ ബുദ്ധിമാനായ എൻ്റെ അച്ഛൻ. ഓക്കെ, അങ്ങനെ അപ്പം നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത ബ്രോക്കർ വീട്ടിൽ നിന്ന് വിളിച്ചു. അച്ഛൻ്റെ ക്ഷമിക്കണം, വീണ്ടും എൻ്റെ വീഡിയോ ഫോണ് എന്തോ പണി കാണിക്കുകയാണ്, കട്ടായിപ്പോയി. ഓക്കെ, അപ്പം വീണ്ടും ഞങ്ങളെടുത്തു. എന്തായിരുന്നു, അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ പപ്പയെ ആദ്യം വിളിച്ചു. പപ്പമാർ തമ്മിൽ സംസാരിച്ചു. അടുത്ത ബ്രോക്കറെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഓക്കെയാണ് അവര്. ആദ്യം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാം, അടുത്ത അച്ഛൻ്റെ കാര്യം പറയണേ. അപ്പം അടുത്ത എൻ്റെ വീട്ടിൽ പറഞ്ഞിങ്ങനെ ഒരു സൺഡേ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു സൺഡേ, അതായത് April 7th വരും, 3 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ശനിയാഴ്ച ആയപ്പോൾ വീടൊക്കെ അങ്ങ് ഭയങ്കര വൃത്തിയാക്കലും എന്തൊക്കെ പണിയാണെന്ന് അറിയത്തില്ല, തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതിന് മുന്നേ പെയിന്റ് ഒക്കെ അടിച്ചായിരുന്നു. പപ്പ നാട്ടിൽ വന്നപ്പോൾ, പപ്പ ഗൾഫിലായിരുന്നു എൻ്റെ പപ്പ. അപ്പോൾ നാട്ടിൽ വന്നപ്പോഴേക്കും വീടൊക്കെ പെയിന്റ് അടിച്ചു. അപ്പോൾ ഭയങ്കര അലങ്കോലമൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവർ വരുന്നെന്ന് കാരണം എല്ലാം വൃത്തിയാക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായി നമ്മുടെ വീട്. എന്നിട്ട് അങ്ങനെ സൺഡേ വന്നു, കണ്ടു. ഇതിനിടയ്ക്ക് ഞാൻ കയറി പറയാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി പറയുമ്പോ ലേഖാവും. ഇല്ല, സൺഡേ വന്നു, കണ്ടിട്ട്
ആദ്യം കണ്ടപ്പോ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഫ്രീക്ക് ചെക്കൻ, നല്ല തലമുടിയുണ്ട്. എനിക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെലിഞ്ഞതായിരിക്കണം, എന്നെക്കാളും 3 വയസ്സിന് മൂത്തതായിരുന്നാൽ മതി, പിന്നെ പറഞ്ഞ നിറയെ മുടി വേണം, അങ്ങനെയൊക്കെ ആ ഒരു കണ്ടീഷൻ കാണുമ്പോൾ ഉള്ള കണ്ടീഷൻസ് ഒക്കെ അതായിരുന്നു. അല്ലാതെ പിന്നെ കുറെ ഉണ്ട്, കെയറിങ് ആയിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയല്ല, അത്യാവശ്യം കെയറിങ് ഒക്കെ ആയിരിക്കണം. പിന്നെ അങ്ങനെ കുറെ എന്തൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കണക്കാക്കി എന്നെ കിട്ടി, അങ്ങനെ എന്നെ കിട്ടി. ഓക്കെ, എന്താ പറഞ്ഞോണ്ടിരുന്നേ? അങ്ങനെ വന്നു, ഞായറാഴ്ച വന്നു, കണ്ടിട്ട് അവിടെ നിന്ന് ഇവർ കുറച്ച് സംസാരിച്ചതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരവിടെ വന്നിരുന്ന ആൾക്കാരോടൊക്കെ അച്ഛൻ സംസാരിച്ച രീതികളും പെരുമാറിയതൊക്കെ എനിക്ക് ഇഷ്ടമായി. അവിടെ നിന്ന് എന്നെ ചോദിച്ചു ഇഷ്ടപ്പെട്ടോ, 2 പേർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. അച്ഛൻ്റെ വീട്ടിൽ അവിടെ അച്ഛനോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടോ, അച്ഛനും ആന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അന്നത്തെ ദിവസം അത്രേ നടന്നുള്ളൂ. ഇനിയും ഉണ്ട് കുറച്ച് പറയാൻ. ഇനി അടുത്ത അച്ഛൻ പറ. അങ്ങനെ ഇതുപോലെ തന്നെ ഒരു ശനിയാഴ്ച അല്ല, ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത്. പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് കാണാം എന്ന് വെച്ചാൽ, പള്ളി കുർബാന കഴിഞ്ഞ് പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്, എന്നെ കൊണ്ട് പോണത്. ഞാൻ അങ്ങനെ കാണുള്ളൂ, ഞാനിങ്ങനെ വീട്ടിലോട്ട് പോകണത് എനിക്കിഷ്ടം. പള്ളിയുടെ പുറത്ത് വെച്ച് കാണാം, കുർബാന കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് എന്നെ ആണെങ്കിൽ പറ്റിച്ച്. എന്നെ ആണെങ്കിൽ നേരെ വിളിച്ചുകൊണ്ട് പോയത് വീട്ടിലോട്ട്. ഞാനാണെങ്കിൽ അപ്പത്തൊട്ട് ഇറങ്ങാൻ തുടങ്ങിയതായിരുന്നേ. ടെൻഷനും ഒരു സുഖമില്ല, എന്താ പറയാൻ. നമ്മളെ പ്രതീക്ഷിച്ചത് പള്ളിയുടെ വെളിയിൽ ചെന്ന് കാണുക, പോവുക, ആ പരിപാടി. സംസാരിക്കുമെന്ന് പോലും വിചാരിച്ചില്ല. അപ്പോഴാണ് അപ്പനും അമ്മയും എല്ലാവരും കൂടെ നേരെ അങ്ങ് വീട്ടിൽ പോയി. ഞാനും പപ്പയും അമ്മയായിട്ടാണ് പോയത്. അങ്ങനെ പോയി. അപ്പൊ അവിടെയും കുറച്ച് ആളുകളുണ്ട്. വല്യമ്മ ഉണ്ടായിരുന്നു, 2 വല്യമ്മമാരുണ്ടായിരുന്നു, വല്യച്ഛനുണ്ടായിരുന്നു, 2 വല്യച്ഛന്മാരും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അനിയത്തിമാർ 3 പേരുണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അമ്മയും പപ്പയും അങ്ങനെ കുറച്ച് ആളുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ പോയി. ഞാൻ ആദ്യമേ ഒന്ന് ഇറങ്ങി, വീടാണെന്ന് പറഞ്ഞപ്പോൾ കാറ് കൊണ്ട് വീടിനകത്തോട്ട് കയറ്റി. ഓരോരുത്തരായിട്ട് ആദ്യം പപ്പയാണ് വന്നത്. പപ്പയ്ക്ക് കൈ കൊടുത്ത് അകത്തോട്ട് കയറി. പിന്നെ എന്തോയായിരുന്നു, സോഫയിൽ പോയി ഇരിപ്പങ്ങിരുന്നു. അപ്പത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കി, എവിടെയാണ് ഈ പെണ്ണ്, വീഡിയോ ഉണ്ട് എന്റെ കയ്യില്, ഞാൻ അത് ഇതിനൊപ്പം ആഡ് ചെയ്തേക്കാം. പെണ്ണ് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കി, കണ്ടില്ല. ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു, അടുക്കളപ്പുറത്ത് ഡോറിന്റെ പുറകിൽ ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് തപ്പി, കണ്ടില്ല. പിന്നെ അവിടെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോ ചായ അല്ലേ കൊണ്ടുവന്ന്, ചായയായിട്ട് ഒരാളിങ്ങനെ നാണം കുടുങ്ങി നടന്ന് വന്നു. നേരെ ഒരു ഗ്ലാസ് ചായ എടുത്ത് അപ്പന്റെ കാലിലോട്ട് ഒഴിച്ചു കൊടുത്തു. അത് ഞാൻ പറഞ്ഞേട്ടാ, ഞാൻ ചായ കൊടുത്തപ്പോഴേക്കും അച്ഛൻ എടുത്തു, പപ്പ എടുത്തു, അടുത്തിരുന്നത് അമ്മയാണ്. അമ്മ എടുത്തപ്പോ അമ്മയുടെ കൈ ഇതായിട്ട് പപ്പയുടെ കാലിലോട്ട് വീണതാണ്. ചൂട് ചായ എടുത്ത് അപ്പന്റെ കാലിൽ ഒഴിച്ചു തന്നെ പൊള്ളിച്ചു. പൊള്ളിയൊന്നുമില്ല, ചെറിയ ചൂടേ ഉണ്ടായിരുന്നു ചായ. ഇതെല്ലാം കണ്ടേ ഉള്ളു. അതിന് പിന്നെ കാരണവന്മാരൊക്കെ സംസാരിക്കണമെന്ന് വെച്ചാൽ തൊട്ടടുത്ത ആഴ്ച കല്യാണം നടത്തണം എന്ന രീതിക്കാണ് കാരണവന്മാരെ സംസാരം. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ, എന്ത് പറയണമെന്ന് പറഞ്ഞോളാ. ഞാൻ പറഞ്ഞു സംസാരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവിടെ നിന്ന് അടുത്ത 21-ാം തീയതി അവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് വരാൻ കണക്കിനുള്ള ഡേറ്റും ആക്കി. അതും കൂടെ ആയപ്പോ മൊത്തത്തിൽ കിളിയായി. എന്നിട്ട് എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മളൊരിക്കൽ സംസാരിച്ചപ്പോ അല്ലാതെ സംസാരിച്ചോ എന്ന് വെച്ചാ എന്ത് കണ്ടിട്ടുണ്ട്, എന്ത് സംസാരിച്ചു എനിക്ക് ഓർമ്മയില്ല. പഠിച്ച കാര്യങ്ങളും എന്തൊക്കെയാ സംസാരിച്ചു. എന്നിട്ട് എന്നോടത്തൊന്നും ചോദിക്കാനില്ലേന്നോ അങ്ങനെ എന്തോ ചോദിച്ചില്ലേ, എന്തൊക്കെയോ ചോദിച്ചു സംസാരിച്ചു. ഏറ്റവും കൂടുതൽ അച്ഛൻ ചോദിച്ചത് നീ ഓക്കെ ആണോ. അതാണ് മെയിനായിട്ട് ചോദിച്ചത്. ഇപ്പോഴത്തെ കാലമല്ലേ, ഇനിയിപ്പോ ഞാനായിട്ട് അങ്ങനെ തള്ളിക്കയറി പോയി അങ്ങനെ എന്തോന്ന് വീട്ടുകാരുടെ പ്രഷർ കൊണ്ടാണ് കെട്ടണത്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മോശമല്ലേ.
അപ്പൊ ചോദിക്കണ്ടേ? അതാ എന്റെ അടുത്ത് ആദ്യം ചോദിച്ച കാര്യം അതാണ്, നീ ഓക്കെ ആണോ, നീ എന്നല്ല താൻ ഓക്കെ ആണോ, ഇഷ്ടമായിട്ടാണോ ഇത് നടത്തുന്നത്, പെണ്ണ് കാണലും ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് തൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണോ, താൻ ഓക്കെ ആണോ എനിക്ക് തോന്നുന്നു അതൊരു അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ എനിക്ക് തോന്നുന്നു കുറേ തവണ അച്ഛൻ എന്നോട് ചോദിച്ചത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ തന്നെ. അത് കഴിഞ്ഞ് സംസാരിച്ചു, പിന്നെയാണ് ഉള്ളിൽ പോയി അവർ ഈ ഡേറ്റ് ഒക്കെ പടപടയെന്ന് അങ്ങ് ഫിക്സ് ആക്കി തുടങ്ങിയപ്പോൾ അച്ഛയ്ക്ക് ഒരു ടെൻഷൻ, എനിക്കൊരു ടെൻഷൻ. എന്നുവെച്ചാൽ നമ്മൾ അന്ന് ആദ്യമായിട്ട് കാണുന്നേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് ഡേറ്റ് കല്യാണമൊക്കെ നെക്സ്റ്റ് മന്തിൽ എടുക്കണം, അങ്ങനെ ഒരു റേഞ്ചിലെത്തി, ഒരു 3 മാസത്തിനുള്ളിൽ എടുക്കണം, അങ്ങനെ ഒരു അടുത്തായിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷനൊക്കെ ആയിട്ട് അച്ഛൻ പറഞ്ഞു എന്നോട് ഒരു തവണ സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും സംസാരിക്കാൻ പുറത്തോട്ട് പോയപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ പറഞ്ഞു എനിക്ക് ഇച്ചിരി ടൈം വേണം, എന്തുവാ ഒന്ന് മനസ്സിലാക്കാനും പരസ്പരം നമുക്ക്. ഞാൻ പറഞ്ഞു എനിക്കും അത് തന്നെ, എനിക്കും അങ്ങനെ തന്നെ ആഗ്രഹം, ഒന്നും പരസ്പരം നമുക്ക് മനസ്സിലാക്കണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നോട് പറയാൻ, വീട്ടുകാരോട് പറയാൻ പറഞ്ഞു, ഇങ്ങനെ ഇച്ചിരി ഗ്യാപ്പ് വേണം, നമുക്ക് പരസ്പരം ഒന്ന് സംസാരിക്കാനും പരസ്പരം ഒന്ന് അറിയാനും എല്ലാത്തിനുമായിട്ട് ഒരു ഗ്യാപ്പ് വേണം, എന്നോടത് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഞാൻ അച്ഛന് ചേട്ടാന്നാ വിളിച്ചേ. അങ്ങനെയല്ല, ചേട്ടൻ പറഞ്ഞാൽ മതി, ചേട്ടൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ, ചേട്ടൻ പറയുന്നു പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ആ സംസാരിച്ച് കഴിഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഞാൻ രണ്ടുപേരും അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി ഒരു ഗ്യാപ്പ് വേണം, നമുക്ക് സംസാരിച്ചല്ല, നമുക്ക് പരസ്പരം ഒന്ന് മനസ്സിലാക്കണം, പെട്ടെന്നൊന്നും വേണ്ടാന്ന്. എന്നിട്ടും അവർ ഈ 21 എന്ന് പറയുന്ന ഡേറ്റ് മാറ്റിയില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്, ആ ഡേറ്റ് അന്ന് തന്നെ അവർ വെച്ചു, 21 വെച്ചു, ഏപ്രിൽ 21. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ പിന്നീടാണ് എല്ലാം. ആദ്യം പറഞ്ഞത് വെക്കേഷൻ സമയത്ത്, അതായത് എന്നായിരുന്നു, മെയ്യിലെ മാർച്ച് മെയ്യിലൊക്കെ അല്ലേ വെക്കേഷൻ ടൈം, ആ ടൈമിലേക്ക് നടത്തണം കല്യാണം എന്നൊക്കെയായിരുന്നു. അതായത് നമ്മൾ കണ്ട് നെക്സ്റ്റ് മന്ത് കല്യാണം നടത്തണം, എന്നാലേ എല്ലാവർക്കും കല്യാണം കൂടാൻ വരാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ആ ഒരു രീതിയിലായി. പിന്നെ നമ്മളിങ്ങനെ പറയുന്ന കണ്ടിട്ടായിരിക്കും അവരും ഓക്കെ പറഞ്ഞു, കുറച്ചൊരു ഗ്യാപ്പ് എടുത്തോട്ടെ എന്ന രീതിയിൽ. പക്ഷെ പിന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമുക്കാണെങ്കിൽ അത് ഒരുപാട് നീണ്ടുപോയതുപോലെ തോന്നിയല്ലേ. 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നേ. അച്ഛനാണെങ്കിൽ എണ്ണിയായിരുന്നു ദിവസം നീക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ ഓരോ ദിവസം എന്നെ വിളിക്കുമ്പോഴും പറയും ഇനി ഇത്ര ദിവസം കൂടെ. അങ്ങനെയായിരുന്നു ദിവസങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത്. അടുത്ത് ഞങ്ങൾ പെണ്ണ് കണ്ടു, എന്നെ പെണ്ണ് കാണാൻ വന്നു, കണ്ടുപോയി. അടുത്ത് എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടാ പോയെ. അമ്മ വന്ന് എന്നോട് നമ്പർ ചോദിച്ചു, നമ്പർ കൊടുത്തു. അച്ഛൻ പറഞ്ഞിട്ട് അമ്മ വാങ്ങിയത്. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തേ. എനിക്ക് കോളോ മെസ്സേജോ ഒന്നും അല്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ വിചാരിച്ച് അന്ന് അയക്കാൻ മടിയായിരിക്കും, അടുത്ത ദിവസം രാവിലെയൊക്കെ ആകുമ്പോൾ മെസ്സേജ് അയക്കുമായിരിക്കും എന്ന രീതി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് കോള് വരുമോ എന്ന് വെച്ചാൽ ഞാൻ നമ്പറൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങോട്ട് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മെസ്സേജും വന്നിട്ടില്ല, കോളും വന്നില്ല, ഒന്നും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും, ചോദ്യം വന്നില്ല, വിളക്കം വന്നില്ല, അതെ ആരും വന്നില്ല. ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒന്നും ചെയ്യാത്തത്. ഞാൻ വീട്ടിൽ അമ്മയോട് പോയി പറഞ്ഞു, ഒന്ന് അന്വേഷിച്ച് നോക്കൂ അവർക്ക് ഓക്കെ ആണോ എന്ന്. എന്നോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വിട്ടുപോയി. ഒന്ന് ചോദിച്ചു നോക്കോ അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം. അപ്പം അമ്മ പറഞ്ഞു ഇഷ്ടപ്പെട്ടടി, അതല്ലേ നിന്നെ ഇവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ, ഓക്കെയാണ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ ആരായാലും അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ, അതുകൊണ്ടൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു പപ്പയോട് സംസാരിച്ചു. അപ്പം പപ്പ പറഞ്ഞു ഒരു ദിവസം കൂടെ നോക്കാം, കോളോ മെസ്സേജോ ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഞാൻ അന്വേഷിച്ച് നോക്കാം, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. പപ്പ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസമാണെന്ന് തോന്നുന്നല്ലേ, അത് അന്ന് നമ്മൾ കണ്ടിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അന്ന് തന്നെ രാത്രി എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു, ഓയിന്നോ ഹായിന്നോ എന്തോ ഓയിന്നോ, ഇത് ഞാനാണേ എന്ന് പറഞ്ഞു, ഇത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് എന്നിട്ട് ഞാൻ DP എടുത്ത് നോക്കിയപ്പം കുരിശി കിടക്കുന്ന ഒരു DP.
അച്ഛൻ ദുഃഖവെള്ളി ആഴ്ചയുള്ള പ്ലോട്ടിൽ കുരിശി കിടക്കാൻ കയറും. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നെ. ഞാൻ എടുത്തോണ്ട് അമ്മയ്ക്കും വാവയ്ക്കും എല്ലാം കാണിച്ചു കൊടുത്തേ. ഇതാണ് DP. അപ്പൊ അവരൊക്കെ പറഞ്ഞാണ് യേശുക്രിസ്തു കൊള്ളാലോ. ഞാൻ വിചാരിച്ച് ഏതാണ്ട് പിൻട്രസ്റ്റിന്നോ എവിടെന്നോ ഫോട്ടോ എടുത്ത് അതിനകത്ത് അല്ലാതെ ഇട്ടിരിക്കുന്നതാണെന്നൊക്കെ കരുതി. അച്ഛനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആദ്യം. സത്യം, ആദ്യം അച്ഛനാണെന്ന് വിചാരിച്ചില്ല. ആദ്യം ഒറിജിനൽ യേശുക്രിസ്തു ആണെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ നോക്കണ്ട, വലിയ യേശുക്രിസ്തുവാണ് ഞാൻ. ശരിയാ. ഞാൻ ഇപ്പൊ ഇച്ചിരി മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. അടുത്ത ദുഃഖ വെള്ളിയാഴ്ച ഇനി കുരിശിക്കാനുള്ളതാണ്. ഇനി കുരിശിക്കാറ്റിലും നമ്മൾ പെണ്ണ് കണ്ടു. എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്ത് മെസ്സേജാണ് അയച്ചത് ആദ്യം. പിന്നെ നമ്മൾ അന്നൊരു ദിവസം എനിക്കൊന്നും രാത്രി കുറേ നേരം നമ്മൾ എന്തൊക്കെയോ ചാറ്റ് ചെയ്തുകൊണ്ട് കിടന്നു. അച്ഛൻ അന്നൊരു സിനിമയ്ക്ക് എങ്ങാണ്ട് പോകും. അത് അന്ന് തന്നെയാണ്, അല്ല അന്ന് തന്നെ ഏതോ സിനിമയ്ക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സിനിമ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 2 മണി വരെ എങ്ങാണ്ട് നമ്മൾ ചാറ്റ് ചെയ്തു. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് അച്ഛക്ക് രാവിലെ പോകണമെന്ന് പറഞ്ഞാൽ അച്ഛൻ കിടന്നുറങ്ങി. അതിൻ്റെ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് പോയിട്ട് അവിടെ പോയി ഞാൻ മെസ്സേജൊക്കെ അയച്ചു, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്, വന്നിട്ട് വിളിക്കാം, വന്നിട്ട് ഞാൻ മെസ്സേജ് അയക്കാം, അപ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന രീതിയിൽ. എന്നിട്ട് ഞാനാണെങ്കിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഒരു ഇച്ചിരി ലേറ്റായി. ഞാൻ എന്നിട്ട് കുറേ മെസ്സേജ് അയച്ചു നോക്കി, റിപ്ലൈ ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കാണും എന്ന് കരുതി. അപ്പം എന്നിട്ട് ഞാൻ വാവയോട് ചോദിച്ചു, വാവ ഉറങ്ങി എന്തോന്നു, ഇന്ന് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നായിരുന്നു, വിളിച്ചുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു നീ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു അയ്യോ മോശം, ഞാൻ എങ്ങനെ വിളിക്കുന്നത്, ഇങ്ങോട്ട് വിളിക്കേണ്ടതല്ലേ, ഞാൻ എങ്ങനെ വിളിക്കുമെന്നൊക്കെ. അപ്പോൾ അവള് പറഞ്ഞു നീ വിളിച്ചു നോക്കോ, ഒന്ന് വിളിച്ചു നോക്കാം എന്നാൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഫോൺ ഡയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ വാവ ഞെക്കി ഡയൽ ചെയ്ത് കോള് പോയി. അടുത്ത ആഴ്ച ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഫോൺ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഹലോ, അച്ഛൻ ഉറക്കമായിരുന്നു, ഉറക്ക പിച്ചയിൽ എന്നോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ കഴിച്ചില്ല, ഞാൻ കഴിച്ചിട്ട് വരാം, വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചിട്ട് വന്നിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു ആദ്യമായിട്ട്. എന്നുവെച്ചാൽ ആദ്യമായിട്ട് എന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു, പക്ഷെ നടന്നില്ലല്ലേ. ഞാനാണ് ആദ്യമായിട്ട് വിളിച്ചത്. സാരല്ലേ, ഇനി അച്ഛൻ ആദ്യമായിട്ട് എന്നെ വിളിച്ചത് കുറച്ച് കഴിഞ്ഞിട്ട്. അതൊക്കെയാണ് പരിപാടികൾ. എൻ്റെ ടാറ്റു കണ്ടോ ഇങ്ങനെയായി. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് മീറ്റ് മുതൽ കല്യാണം വരെ ഒരുമാതിരി ഒരു ബട്ടർഫ്ലൈ ഫീലായിരുന്നല്ലേ. എന്ന് വെച്ചാൽ ഇങ്ങനെ എണ്ണി ദിവസം ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ദിവസങ്ങളൊക്കെ ഓടുന്നു, ഞങ്ങൾ പിടിച്ചിട്ട് നിക്കണില്ല. 1 വർഷമാവുന്ന കണ്ടുമുട്ടിയിട്ട്. അതൊക്കെ ആലോചിക്കുമ്പോ അടുത്ത മാസം 7-ാം തീയതി ആകുമ്പോ 1 വർഷമാവും ഞങ്ങൾ കണ്ടിട്ട്. 1 വർഷമാവുന്നു. എവിടെ പോണോ ദിവസങ്ങളും മാസങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ പോവാണ്. പക്ഷെ കല്യാണം ആ സമയത്ത് പോകുന്നില്ലായിരുന്നല്ലേ. നമ്മളിങ്ങനെ എണ്ണി നീക്കി ഇവിടെയായിരുന്നു. അന്നൊന്നും പോകുന്നില്ലായിരുന്നു, സമയവും ദിവസവും ഒന്നും പോകുന്നില്ലായിരുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് മീറ്റ്. സംസാരിച്ച് ചക്കവറ്റലിന്റെ ഒരു പാക്കറ്റിന്റെ പകുതി ആക്കിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരിയെ കഴിച്ചിട്ടുള്ളൂ. എനിക്കത് കഴിച്ചപ്പോ പല്ല് പൊളിച്ചിട്ട് എനിക്ക് ഗൂസ് ബംസ് ഒക്കെ വരുന്നു. ഭയങ്കര ഇഷ്ടമാണ് അത്. ചക്കവറ്റൽ വെച്ചേക്കും നമുക്ക്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോ ഇതിന്റെ ഇടയിൽ ഇനി പോയി അവിടെ വയ്ക്കാൻ കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താ നമ്മള് പർച്ചേസിങ്ങും അങ്ങനെ. പിന്നെ പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ കാണുമായിരുന്നു, മീറ്റ് ചെയ്യുമായിരുന്നു. അതിനിങ്ങനെ അവസരം നോക്കിയിരിക്കും, എന്തെങ്കിലും കാരണം വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ. അങ്ങനെ കാണുന്നുണ്ടായിരുന്നു കല്യാണം വരെ. എന്തെങ്കിലും ആവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടവും ബഹളമൊക്കെ ആയിരുന്നു. എന്തെങ്കിലും വാങ്ങിക്കാൻ എന്തായിട്ടെങ്കിലും നമ്മളെല്ലാ ദിവസവും ഏകദേശം എല്ലാ ദിവസവും ഞങ്ങൾ ഒരുങ്ങാൻ പോയത് ഒരേ സെയിം സലൂണിലൊക്കെ ആയിരുന്നു കല്യാണത്തിന്റെ അന്ന്. കല്യാണത്തിന്റെ രാവിലെ അച്ഛൻ എന്നെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്തോണ്ട് പോയി. 3:30 എത്ര മണിക്ക്? 3:30 4 മണിക്കോ? അന്നത്തെ ദിവസമാണെങ്കിൽ പെരുമഴ.
മഴയോ മഴ. ഞങ്ങളുടെ കല്യാണ ഇത്രയും ദിവസം ഇല്ലായിരുന്ന മഴ അന്ന് ഫുള്ള് മഴ. ഭയങ്കര എന്ന് വെച്ചാൽ വെളുപ്പിന് ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ ഞാൻ എന്തോ ഭയങ്കര ഇടിവെട്ടും മിന്നലും അങ്ങ് വലിയ മഴ. എന്നിട്ട് രാവിലെ ആയപ്പോഴേക്കും മഴയുടെ ഒരു അംശം പോലും ഇല്ലായിരുന്നേ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ചൂടും ഇല്ല. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്റെ എൻഗേജ്മെന്റ് സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ഞാൻ ഇട്ട മേക്കപ്പ് എല്ലാം ഒലിച്ചു പോയി ആ ചൂട് വേർത്തിട്ട്. അപ്പൊ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇച്ചിരി മഴയാണേലും കുഴപ്പമില്ല, ഇടുന്ന മേക്കപ്പ് ഇതെങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വലിയ ചൂടില്ല, ഒട്ടും ചൂടും ഇല്ല, എന്നാൽ ചെറിയൊരു തണുപ്പുള്ള അങ്ങനെ ഒരു ഇതായിരുന്നു രാവിലെ സമയം. അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തു വീട്ടിലെത്തി. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും മഴ ഇല്ലായിരുന്നു അല്ലേ, നമ്മള് ചെറിയൊരു ചാറ്റിലുണ്ടായിരുന്നുള്ളൂ. അത് 3-4 മണിയൊക്കെ ആയപ്പോഴേക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു, പള്ളിയിലെത്തി, പള്ളിക്കകത്ത് കയറി. ഓക്കെ, ഒരു കോള് വന്നു, അങ്ങനെ കട്ടായി. പള്ളി കയറി, കെട്ടിന്റെ സമയമായപ്പോഴേക്കും പള്ളിയുടെ അകത്ത് കയറി, എല്ലാവരും അകത്ത് കയറി കെട്ട് കുർബാനയല്ല, കെട്ടിന്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും മഴ. കെട്ടിന്റെ സമയത്ത് ആ ഒരു സമയത്ത് ഒരു വലിയൊരു മഴ പെയ്തു. കെട്ട് കഴിയുന്നതിന് മുന്നേ മഴ തീർന്നു. പക്ഷെ ചെളിയോ അങ്ങനത്തെ അതൊന്നും ഇല്ലായിരുന്നു അല്ലേ, തറയൊക്കെ നോർമൽ. കാരണം ഈ ഗൗണാണ്, ഞാൻ വൈറ്റ് ഗൗണായിരുന്നു ഇട്ടിരുന്നത്. ചെളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പരുവ അറിയാലോ, ഒരു വഴിയായേനെ, ഫോട്ടോ എടുക്കാനും പറ്റത്തില്ല, ഭയങ്കര ചാളമാകുമായിരുന്നു. പക്ഷെ എന്തോ എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ എന്നായിരുന്നു ജൂലൈ 1-ാം തീയതി ഞാൻ ഈ ചുന്തിരിനെ അങ്ങ് സ്വന്തമാക്കി. ഈ ചുന്ദരെ സ്വന്തമാക്കി. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോ എത്ര മാസമായി കല്യാണം കഴിഞ്ഞിട്ട്? 9 ഇങ്ങനെ കഴിഞ്ഞു വരുന്നു. 9 മാസം. പക്ഷെ കണ്ടുമുട്ടിയിട്ട് ഒരു വർഷം ആവാൻ വേണ്ടിട്ട് ഇനി ഒരു 2-3 ആഴ്ച. ഏപ്രിൽ 7-നായിരുന്നു ഞങ്ങളെ കണ്ടുമുട്ടിയ ദിവസം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവ ദിവസം അല്ലേ. ബാക്കിയുള്ള ദിവസമൊന്നുമല്ല, ഏപ്രിൽ 7 എനിക്കിഷ്ടം. അച്ഛക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഏപ്രിൽ 7 ഇഷ്ടമാണ്. മെയ് 1 ഇഷ്ടമാണ്, ജൂൺ 1 ഇഷ്ടമാണ്, ജൂലൈ 1 ഇഷ്ടമാണ്. കാരണം മെയ് 1-നായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ്, ജൂൺ 1-നായിരുന്നു മനസ്സമ്മതം, ജൂലൈ 1-ന് കല്യാണം. എല്ലാം ഒരു 1-ാം തീയതിയാണ്. എനിക്ക് എല്ലാ ഡേറ്റും സ്പെഷ്യൽ തന്നെ. എനിക്ക് 7-ാം തീയതിയാണ്. അങ്ങനെ എനിക്ക് ഈ തങ്കക്കുടത്തിനെ കിട്ടി. തങ്കക്കുടം, അയ്യോ, താടി വെച്ച തങ്കക്കുടം, താടിയുള്ള തങ്കക്കുടത്തിനെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളു നമ്മുടെ മീറ്റ് എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു അറേഞ്ച് മാരേജ്, ലവിലോട്ട് എത്തിയതും അല്ലേ, ആ ഒരു എക്സ്പീരിയൻസ്. എല്ലാവരും ലവ് മാരേജ് ആണെന്നാ ചോദിച്ചത്. കാരണം വീടിനടുത്ത്, പിന്നെ നമ്മൾ പെരുമാറുന്നത് കണ്ടിട്ടല്ലേ, എന്തോ പണ്ടേ കണ്ടൊരു ആ ഒരു ഫീല് അച്ഛനെ അന്ന് തൊട്ടേ നമ്മള് വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള കണക്കായിരുന്നു. ഭയങ്കര പെട്ടെന്ന് നമ്മളങ്ങ് ഭയങ്കര സിങ്കായി, ഒരേ വൈബാണ്. എനിക്കിഷ്ടമുള്ള നമ്മൾ മാത്രമല്ല, വീട്ടുകാരും വാവ ആദ്യമൊക്കെ ഇച്ചിരി അടഞ്ഞിരിക്കുകയായിരുന്നു. വാവയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടേ, അവളെ ഇഷ്ടപ്പെടുന്നവര് വേറൊരാളെ ഇങ്ങനെ അവരുടെ ലൈഫിലോട്ട് വരുമ്പം അവൾക്ക് ഇച്ചിരി അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവൾക്ക് എന്ന് വെച്ചാൽ ചെല്ലം കൊടുത്ത് അങ്ങനെ വളർത്തിയത് കൊണ്ടായിരിക്കും എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്ന സാധനമാണ് അവള്. അത് വാവ എന്ന് തന്നെ വിളിക്കുള്ളൂ എല്ലാവരും. വാവയാണ് അവള്, ലിറ്ററലി നമ്മുടെ വാവയാണ്. അപ്പം അവൾക്ക് അച്ഛൻ ലൈഫിലോട്ട്, എൻ്റെ ലൈഫിലോട്ട് വന്നപ്പം എനിക്ക് അവളോടുള്ള അറ്റൻഷൻ കുറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫുൾ അറ്റൻഷൻ അച്ഛനിലോട്ടായപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. എൻഗേജ്മെന്റിന്റെ തലേന്നാണോ എൻഗേജ്മെന്റിന്റെ തലേന്നൊക്കെ ഭയങ്കര കരച്ചിലും, എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന രീതിയിൽ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു അവിടെ. കല്യാണത്തിന്റെ തലേന്നും ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട്. എനിക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ടെന്ന് അവളാണ്, മെഹന്തി. അതിനിടയിൽ കൂടെ എന്തോ വഴക്കായി അവള് മൈലാഞ്ചിയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് പോയി. അപ്പൊ അമ്മ പറഞ്ഞു, നാളെ വേറൊരു വീട്ടിലോട്ട് പോണ കൊച്ചാണ്, അതിനിങ്ങനെ വിഷമിപ്പിച്ചൊന്നും വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയി സംസാരിച്ചു അവളെടുത്ത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം വന്നു. എന്നിട്ട് പിന്നൊരു ദിവസം
ദിവസം അവൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു എന്നോട്, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു എന്ന് വെച്ചാൽ അവളോട് സ്നേഹം കാണിക്കാതെ അച്ഛനോട് ഞാൻ സ്നേഹിക്കണം, അച്ഛനെ സ്നേഹിക്കണം, ആ ഒരു പ്രശ്നമായിരുന്നു അവൾക്ക്. പിന്നെ അവൾക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര ഭയങ്കര കാര്യമാണ് ചേട്ടനെ. ചേട്ടാന്ന് പറഞ്ഞ് നടക്കും. ചെല്ല തങ്കച്ചി, ചെല്ല തങ്കച്ചി. പക്ഷെ എന്റെ അടുത്തായിരുന്നു നമുക്ക് ദേഷ്യം അന്നൊക്കെ. അച്ഛനെ കാണുമ്പോ ഭയങ്കര ഓക്കെ ആണല്ലേ. അച്ഛക്ക് അതൊക്കെ ഭയങ്കര വിഷമായിരുന്നു ആദ്യമൊക്കെ. ഞാൻ കാരണമല്ലേ, ഞാൻ വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ. അയ്യോ അങ്ങനെയൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ നടന്നു അതിന്റെ ഇടയ്ക്ക്. പിന്നെ അവൾ ഓക്കെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അവൾക്ക്. ഇപ്പൊ അവള് സെറ്റാണ്, വൈബായി, സെറ്റായി, എല്ലാവരും അടിപൊളിയായിട്ട് സിങ്കായി, എല്ലാവരും ഒന്നിച്ചൊക്കെ യാത്ര ചെയ്യും ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിപ്പോ യാത്ര പോയപ്പോഴും അവരെല്ലാരും കൂടെ വരണമെന്നൊക്കെ വിചാരിച്ചാണ്. പണ്ട് മോഹൻലാലിന്റെ സിനിമ ഉണ്ടല്ലോ, എന്തായിരുന്നു, ഹണിമൂണിന് എല്ലാരെയും കൊണ്ടുപോയതാ. മോഹൻലാലിന്റെ ഹണിമൂണിന് നാട്ടുകാരും വീട്ടുകാരും എല്ലാരും ഉണ്ട്. അതുപോലെ ആവുമായിരുന്നു. ഹണിമൂണല്ല, ചുമ്മാ ട്രിപ്പ്. ഹണിമൂൺ നമ്മൾ പോയിട്ടാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി ലൈഫ്. കുട്ടി ലൈഫ് തുടങ്ങിയ അത് കൊള്ളാല്ലേ പിക്ചർ. കുട്ടി ലൈഫ് തുടങ്ങിയത് തൊട്ട് ഇതുവരെ ഉള്ള എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടികൂടാറുണ്ട്. ഒരു 10 minutes ഒക്കെ കാണുള്ള ആ ഒരു അടി. അതിനപ്പുറം ഈ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അടിപൊളിയാക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലടിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം, അതാണ് മെയിൻ ആയിട്ടാ. എല്ലാരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ കൂടെ നിൽക്കണേ, അടിപൊളിയായിട്ട്. ശരിയാണ്, നമ്മള് പുതിയൊരു സാധനം പുതിയൊരു തുടങ്ങിയതാണ്. എങ്ങനെയാന്ന് അറിയില്ല, യൂട്യൂബും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം അല്ലേ. നിങ്ങൾക്ക് നമ്മുടെ ഓരോ കോപ്പറയൊക്കെ കാണിച്ച് ഇഷ്ടപ്പെടണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. യെസ്. അപ്പൊ ബാക്കി ഈ വ്ളോഗ് വന്നിട്ടായിരിക്കും ഞങ്ങളുടെ ഒരു ട്രാവൽ വ്ളോഗ് വരുന്നുണ്ട്. രണ്ടും കാണണം, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.